രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. ഇന്ന് നമുക്ക് അഷ്ടപതി 5ാമത്തെ സർഗം, അതായത് അഷ്ടപതിയുടെ 5ാം സർഗം 10ാമത്തെ അധ്യായം അവസാനത്തെ ശ്ലോകം 4-5 ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ആദ്യമായി കാണുന്നവർ ഇതിൻ്റെ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്കിത് കിട്ടും. നമ്മുടെ ചാനൽ എന്തൊക്കെ വിഭവങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തിങ്കളാഴ്ചയും ഭഗവാൻ ശ്രീകൃഷ്ണനും ഭഗവാൻ ദേവി രാധാറാണി അമ്മയും അനുഗ്രഹിക്കുകയാണെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് കൃത്യം 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടിയിരിക്കും. ശാരീരിക ആരോഗ്യം പരിപാലിക്കാൻ ഉത്തമം. എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് 12 മണിക്ക് കൃഷ്ണൻ്റെ രാധയുടെ പ്രണയം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കും. നിങ്ങളുടെ കുടുംബജീവിതം സൗഖ്യമാകുന്നതിനും ശുദ്ധമായ പ്രണയവും ലഭിക്കുന്നതിനും രാധയുടെ പ്രണയം കേട്ട് രാധാറാണിയെ ധ്യാനിച്ചാൽ മതി. എല്ലാ ബുധനാഴ്ചയും 12 മണിക്ക് കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥ വെബ് സീരിയലായി വരികയാണ്. അത് നിങ്ങൾക്ക് കാണാം. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്, ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാറാണി അമ്മയ്ക്കും ഏറെ പ്രിയപ്പെട്ട അഷ്ടപതിയുടെ ക്ലാസ്. എല്ലാ വെള്ളിയാഴ്ചയും 12 മണിക്ക് സാക്ഷാൽ ശ്രീബുദ്ധൻ രചിച്ച ധർമ്മപദം എന്ന പുസ്തകം. ഗ്രന്ഥങ്ങളുടെ രാജാവാണ് ധർമ്മപദം. മോക്ഷത്തിൻ്റെ താക്കോലാണ് ധർമ്മപദം. അത് കിട്ടിയിരിക്കും. വെള്ളി വൈകുന്നേരം നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ പിന്നെ ഇതുകൂടാതെ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ് കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന കഥ നിങ്ങൾ നിശ്ചയമായും ഇതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കേട്ടിരിക്കണം. പിന്നെ അസ്ട്രോളജി ഉണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, വർഷത്തിൽ ജനിച്ചവരുടെ ഫലമുണ്ട്. അതും നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ അഷ്ടാവക്ര ഗീതയുണ്ട്. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ
ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എൻ്റെ ഒരേ ഒരു ദൈവം രാധാറാണി അമ്മ കീ ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അപ്പൊ അഷ്ടപതിയുടെ നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന 4-ാമത്തെ ശ്ലോകം, 5-ാം സർഗം 10-ാം അധ്യായം 4-ാമത്തിലെ ശ്ലോകം നമ്മുടെ റിജിനെ നിങ്ങൾക്കൊക്കെ ഇപ്പൊ സുപരിചിതയാണ്. റിജിന അതിമനോഹരമായി നിങ്ങൾക്കത് പാടിത്തരികയാണ്. അതിനുശേഷം ഞാൻ അഷ്ടപതിയുടെ ക്ലാസ് തുടങ്ങുന്നതാണ്. നമ്മുടെ റിജിന പാടുന്നത് നിങ്ങൾ കേട്ടുള്ളൂ. വസതി വിപിന വിതാനേ ത്വജതി ലളിതധാമ ലുടതി ധരണി ശയനേ ബഹുവിലപതി തവ നാമ തവ വിരഹേ വനമാലി സഖി സീതതിരാതേ തവ വിരഹേ വനമാലി സഖി സീതതിരാതേ. അപ്പോൾ നമ്മുടെ റിജിന പാടിയത് കേട്ടല്ലോ. ഇനി ശ്രദ്ധിച്ചേട്ടെ. വസതി വിപിന വിതാനേ ത്യജതി ലളിത ധാമ ലുംധി ധരണി ശയനേ ബഹു വിലപതി തവ നാമ. പിന്നെ തവ വിരഹേ വനമാലി സഖി സീതതി രാധേ. അർത്ഥം എഴുതിക്കോ. വസതി സമം താമസിക്കുന്നു. വസതി സമം താമസിക്കുന്നു. വിപിന വിതാനേ, വിപിന വിതാനേ സമയിട്ടിട്ട് വനത്തിൽ, വനത്തിൽ. ത്യജതി, ത്യജതി സമം ഉപേക്ഷിക്കുന്നു, ഉപേക്ഷിക്കുന്നു. ലളിതധാമ, ലളിതധാമ അർത്ഥം എഴുത് സുന്ദരമായ ഗ്രഹം. ലളിതധാമ സുന്ദരമായ ഗ്രഹം. ലുംധി, ലുംധി ഉരുളുന്നു, ലുംധി ഉരുളുന്നു. ധരണി ശയനേ, ധരണി ശയനെ നിലത്ത് കിടന്നുരുളുന്നു, ഭൂമിയിൽ മണ്ണിൽ കിടന്നുരുളുന്നു. അപ്പൊ ധരണി ശയനെ നിലത്ത് കിടന്ന്, അങ്ങനെ അർത്ഥം എഴുതേണ്ടത്. ധയനി ശരണെ നിലത്ത് കിടന്ന്, ലുംധി ഉരുളുന്നു. ബഹുവിലപതി, ബഹുവിലപതി വളരെയധികം വിലപിക്കുന്നു. ബഹുവിലപതി വളരെ അധികം വിലപിക്കുന്നു. അടുത്തത് തവ നാമ, തവ നാമ നിന്റെ പേര് ചൊല്ലി, തവ നാമ നിന്റെ പേര് ചൊല്ലി. അപ്പൊ അർത്ഥമെല്ലാം എഴുതി കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് രാധാറാണിയുടെ തോഴി രാധാറാണിയോട് പറയുകയാണ്, അല്ലയോ രാധാറാണി, ശ്രീകൃഷ്ണൻ സുന്ദരമായ വീടിനെ ഉപേക്ഷിക്കുന്നു, എന്നിട്ട് വിശാലമായ വനത്തിൽ പോയി താമസിക്കുന്നു. അവിടെ നിലത്ത് കിടന്ന് ഉരുളുന്നു, നിന്റെ പേര് വിളിച്ച് കരയുന്നു. നിന്നെ കാണാത്തതിനാൽ കൃഷ്ണൻ തളർന്നു പോകുന്നു രാധേ. അപ്പൊ കൃഷ്ണന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് തോഴി രാധയെ വർണ്ണിച്ച് കേൾപ്പിച്ച് കൃഷ്ണനോട് രാധാറാണിക്ക് സഹതാപം ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് രാധാറാണിയെ കൃഷ്ണന്റെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് രാധയുടെ തോഴി, രാധാജിയുടെ തോഴി ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറയാം. സഖി പറയുകയാണ്, അല്ലയോ രാധാജി, അല്ലയോ രാധാറാണി, നീ പിണങ്ങിപ്പോയതിനു ശേഷം, അതായത് കൃഷ്ണൻ മറ്റു ഗോപികമാരുമൊത്ത് രാസലീലകളാടുന്നത്, രതിലീലകളാടുന്നത് കണ്ടിട്ട്, അല്ലയോ രാധേ, നീ പിണങ്ങിപ്പോയതിന് ശേഷം കൃഷ്ണന്റെ അവസ്ഥ
അങ്ങേയറ്റം പരിതാപകരമാണ്. കൃഷ്ണൻ നീ പൊയ്ക്കഴിഞ്ഞതോടുകൂടി തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, തൻ്റെ വീടിനെ ഉപേക്ഷിച്ചു. അപ്പം നീ പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണൻ ആ വസതി പോലും വേണ്ട. രാധേ, നീ കൂടെ ഉണ്ട് എങ്കിൽ മാത്രമേ അത് ഭവനമാകൂ. നീ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഭവനമാകൂ. അങ്ങനെയാണ് കൃഷ്ണൻ വിശ്വസിക്കുന്നത്. അപ്പം നീ പിണങ്ങിപ്പോയതോടുകൂടി കൃഷ്ണൻ താമസിക്കുന്ന വസതി അല്ലാതായി മാറി. ഇവിടെ വലിയ ഒരു സത്യം ജയദേവ കവി പറയുകയാണ്. ഇഷ്ടിക കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരെണ്ണത്തിനെ വീടെന്ന് വിളിക്കാൻ കഴിയില്ല. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇഷ്ടിക കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒന്നിനെ വീടെന്ന് വിളിക്കാൻ കഴിയില്ല. അത് വീടാകണമെങ്കിൽ അവിടെ സ്നേഹം വേണം. സ്നേഹം വേണമെങ്കിൽ സ്ത്രീ വേണം. സ്ത്രീ ഇല്ലാത്ത ഗ്രഹം മരുഭൂമിയാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീയെ വീടിൻ്റെ വിളക്കെന്ന് പറയുന്നത്. അപ്പോൾ ഒരു വീടിനെ വീടാക്കുന്നത് സ്ത്രീയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ആ സ്ത്രീയാണ് വീടിൻ്റെ വിളക്കെന്ന് പറയുന്നത്. ഒരു ദിവസം വീട്ടിലെ സ്ത്രീ, അത് അമ്മയാകട്ടെ, സഹോദരിയാകട്ടെ, ഭാര്യയാകട്ടെ, വീട്ടിലെ സ്ത്രീകൾ ആരുമില്ല, അവരെവിടേക്കെങ്കിലും പോയി പുരുഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ വീട്ടിലൊരു മൂത്താവതി നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ആരവിടെ വിളക്ക് പോലും കത്തിക്കത്തില്ല. മൊത്തത്തിൽ ഒരു മൗനം അവിടെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത് കാണാം. വീടിൻ്റെ ഐശ്വര്യം അവിടെ വെച്ച് നശിച്ചു പോകുന്നത് കാണാം. അപ്പോൾ ഒരു വീടാകണമെങ്കിൽ അവിടെ സ്ത്രീ വേണം. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇംഗ്ലീഷ് ക്ലാസ്സിൽ, സാറേ ഹൗസും ഹോമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹൗസും ഹോമും തമ്മിൽ സത്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. പിന്നെ ലിറ്റററി സാഹിത്യപരമായിട്ടൊരു വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ പറയും ഹൗസ് ഈസ് ബിൽറ്റ് ബൈ ബ്രിക്സ്, ഹോം ഈസ് ബിൽറ്റ് ബൈ ഹാർട്ട്സ്. അതായത് ഹൗസ് ഈസ് ബിൽറ്റ് ബൈ ബ്രിക്സ് ഇഷ്ടിക, ചുടുകട്ടകൾ കൊണ്ട് കെട്ടിപ്പൊക്കുന്ന ഒന്നിനെ ഹൗസ് എന്ന് വിളിക്കുന്നു. ഹോം ഈസ് ബിൽറ്റ് ബൈ ഹാർട്ട്സ്, ഹൃദയം കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒന്നിനെ ഹോം എന്ന് വിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വീട്ടിൽ പരസ്പരം ഒരു ചേർച്ചയും ഇല്ലെന്നിരിക്കട്ടെ, മനസ്സിലായില്ലേ? അതായത് ഈ ഭാര്യയ്ക്ക് എങ്ങനെ വിഷം കൊടുക്കാമെന്ന് ഭർത്താവിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ഭാര്യ, ഈ പടകളിടയ്ക്കുന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയേ എന്ന് മക്കള്. അത് ഹോമല്ല, അതാരാകുന്നു? ഹൗസ് ആകുന്നു. അതേസമയം ഭർത്താവിന് ഭാര്യ എന്ന് പറഞ്ഞാൽ ജീവൻ, ഭാര്യയ്ക്ക് ഭർത്താവെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ജീവൻ. മക്കളാകട്ടെ ഇവരുടെ കീഴിൽ സുരക്ഷിതരും സന്തുഷ്ടരും, അവർക്ക് അച്ഛനെയും അമ്മയും എന്തൊരു സ്നേഹം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഹോം. അപ്പോൾ ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, നിങ്ങളിരിക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, ഹൗസാണോ ഹോമാണോ ഏതാണെന്നൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് അതിൻ്റെ പേരിട്ടിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതണേ. നിങ്ങൾ ഹൗസാണോ ഹോമാണോ എന്ന് നിങ്ങൾ എഴുതണം. അപ്പോൾ ഇവിടെ കൃഷ്ണനും അത് തന്നെ പറഞ്ഞത്. രാധാറാണി കൂടെ ഇല്ലെങ്കിൽ വീടല്ല. രാധാറാണിയുടെ പ്രണയം കൂടെ ഉണ്ടെങ്കിൽ രാധാറാണി തൻ്റെ കൂടെ വീട്ടിൽ താമസിച്ചില്ല എങ്കിൽ പോലും ആ വീടിനൊരു ഐശ്വര്യമുണ്ട്. ഇതാണ് കൃഷ്ണൻ പറയുന്നത്. അതുകൊണ്ട് രാധാറാണി പിണങ്ങിപ്പോയ നിമിഷം കൃഷ്ണൻ തൻ്റെ വീട് ഉപേക്ഷിച്ച് നേരെ വനത്തിലേക്ക് പോയി. സാധാരണഗതിയിൽ ജീവിതത്തോട് വിരക്തി തോന്നുന്നവരാണ് വനത്തിൽ പോകുന്നത്. ഇവിടെ രാധാവിരഹം കാരണം കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തോട് വല്ലാത്ത വിരക്തി കൃഷ്ണന് അനുഭവപ്പെട്ടു. ഓർമ്മിക്കുക, സാക്ഷാൽ ഭഗവാന് പോലും തൻ്റെ പ്രണയിനി ഇല്ലെങ്കിൽ വിരക്തി ജീവിതത്തോട് അനുഭവപ്പെടും. അപ്പൊ സാധാരണ മനുഷ്യന്റെ കാര്യം പറയണോ? അപ്പൊ രാധാറാണി ഇല്ലാതെ ലൗകിക ജീവിതം നയിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് അടിവര ഇടുകയാണ് ഇവിടെ കൃഷ്ണൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് രാധ എൻ്റെ ക്ലാദിനി ശക്തിയാണെന്ന് പറയുന്നത്. അതുപോലെ കൃഷ്ണൻ പട്ടുമെത്ത ഉപേക്ഷിച്ചു. എനിക്കിനി പട്ടുമെത്ത വേണ്ട, കാരണം
പട്ടുമെത്തയിൽ അതിന് 2 വേർഷനാണ്. കൃഷ്ണൻ പട്ടുമെത്ത ഉപേക്ഷിച്ചു നിലത്ത് കിടന്നു എന്ന് പറയുന്നു. അതിന് 2 വേർഷനാണുള്ളത്. ഒന്നാമത്തെ വേർഷൻ എന്ന് പറയുന്നത് പട്ടുമെത്തയിൽ കിടക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രണയിനിയെ ഓർമ്മ വരും. അപ്പം നമ്മുടെ മനസ്സിൽ രതിവികാരങ്ങൾ ഉണരും. അപ്പം കാമുകി അരികത്ത് വേണമെന്ന് തോന്നും. എന്നാൽ രാധാറാണിയൊട്ട് അരികിലും ഇല്ല. അത് നമ്മളിൽ കഠിനമായ ദുഃഖം ക്ഷണിച്ചു വരുത്തും. അതുകൊണ്ട് കൃഷ്ണൻ പട്ടുമെത്ത ഉപേക്ഷിച്ചു. ഇനി ഇതിൻ്റെ 2ാമത്തെ വേർഷൻ എന്ന് പറഞ്ഞാൽ രാധാറാണി ഇല്ലെങ്കിൽ ഈ പട്ടുമെത്ത ഉണ്ടല്ലോ അതുപോലും മുള്ളുകൊണ്ടുള്ള മെത്തയായിട്ടേ തോന്നത്തുള്ളൂ. പട്ടുമെത്തയിൽ കിടന്നാൽ മുള്ളുകൊണ്ടുള്ള മെത്തയിൽ കിടക്കുന്നതായി തോന്നും. പക്ഷേ രാധാറാണി കൂടെ ഉണ്ടെങ്കിലോ കൃഷ്ണന് മുള്ളുമെത്തയും ഏതായി തോന്നും? പട്ടുമെത്തയായിട്ട് തോന്നും. അതുകൊണ്ട് കൃഷ്ണൻ പട്ടുമെത്ത ഉപേക്ഷിച്ചിട്ട് വെറും നിലത്ത് കിടക്കുകയാണ്. അത് വെറുതെ നിലത്ത് കിടക്കുകയല്ല. രാധാറാണിയുടെ വിരഹം താങ്ങാൻ വയ്യാഞ്ഞിട്ട് ഓ രാധാ, ഓ രാധാ, ഓ രാധാ എന്ന് വിളിച്ച് വാശി പിടിച്ച് കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ നിലത്ത് വീണ് കിടന്ന് ഉരുണ്ട് വാവിട്ട് നിലവിളിക്കുകയാണ് കൃഷ്ണൻ. എല്ലാ കൃഷ്ണഭക്തരും ഇത് കേൾക്കേണ്ടതാണ്. ഇത് എഴുതി വച്ചിരിക്കുന്നത് ഞാനല്ല, ജയദേവ കവിയാണ് എഴുതി വച്ചിരിക്കുന്നത്. രാധാറാണി സമീപത്തുനിന്ന് പോയപ്പോൾ ഒരു സാധാരണ മനുഷ്യനേക്കാൾ കഷ്ടമായിട്ട്, സാധാരണ പുരുഷന്മാരും അങ്ങനെ ചെയ്യത്തില്ല, പക്ഷേ കൃഷ്ണ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം രാധാറാണി പൊയ്ക്കഴിഞ്ഞപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ കുട്ടികളുണ്ടല്ലോ അവർ വാശി പിടിച്ച് മണ്ണിൽ കിടന്ന് ഉരുളാറില്ലേ, അങ്ങനെ ഉരുളുന്നത് പോലെ കൃഷ്ണൻ നിലത്ത് കിടന്ന് ഉരുണ്ട് നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെ? രാധേ, ഓ രാധേ, എൻ്റെ രാധേ എന്ന് വിളിച്ചുകൊണ്ടാണ് നിലവിളിക്കുന്നത്. രാധേ, നിന്റെ വിരഹത്താൽ കൃഷ്ണൻ സീതതി, കൃഷ്ണൻ ക്ഷീണിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വന്ന് കൃഷ്ണനെ ഈ ദുരവസ്ഥയിൽ നിന്ന് അല്ലയോ രാധേ നീ രക്ഷിക്കണം, ഇല്ലെങ്കിൽ ജീവഹാനി വരെ അവന് ഉണ്ടാകാമെന്ന് പറഞ്ഞ് രാധയെ കൃഷ്ണൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പ്രേരിപ്പിക്കുകയാണ് ഇവിടെ തോഴി ചെയ്യുന്നത്. ഇനി ഒന്നും കൂടെ അത് നോക്കേ. വസതി താമസിക്കുന്നു. ഒന്നും കൂടെ ശ്ലോകം വായിക്കുക. വസതി താമസിക്കുന്നു, വിപിന വിധാനെ വനത്തിൽ താമസിക്കുന്നു, തെജതി ഉപേക്ഷിക്കുന്നു, ലളിതധാമ സുന്ദരമായ ഗ്രഹം ഉപേക്ഷിക്കുന്നു, ലുങ്തി കിടന്നു ഉരുളുന്നു, ധരണി ശയനെ നിലത്ത്, ബഹുവിലപതി തവ നാമ നിന്റെ പേര് പറഞ്ഞ് വല്ലാതെ വാവിട്ട് കരയുന്നു, വിലപിക്കുന്നു. തവ വിരഹേ നിന്റെ വിരഹം, വനമാലി ശ്രീകൃഷ്ണന് സഖി സീതതി കൃഷ്ണനെ ക്ഷീണിപ്പിക്കുന്നു രാധേ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ശ്ലോകം ഒരിക്കൽ കൂടി നമ്മുടെ റിജിന പാടുന്നത് കേൾക്കുക, എന്നിട്ട് അടുത്ത ശ്ലോകവും പാടുന്നത് കേൾക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതാണ്. വസതി വിപിന വിതാനേ ത്വജതി ലളിതധാമ ലുടതി ധരണി ശയനേ ബഹുവിലപതി തവ നാമ തവ വിരഹേ വനമാലി സഖി സീതതി രാധേ തവ വിരഹേ വനമാലി സഖി സീതതി രാധേ ഭണതി ജയ ദേവേ വിരഹ വിലസിതേന മനസിരഭസ വിഭവേ
ഹരിഹൃദയദു സുകൃതേന തവ വിരഹേ വനമാലി സഖി സീതതിരാദി തവ വിരഹേ വനമാലി സഖി സീതതിരാദി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ റിജിന വളരെ ഭംഗിയായി നിങ്ങൾക്കിത് പാടിത്തന്നത് കേട്ടല്ലോ. ആ ഈണവക്കം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്ന് പാടുക. അടുത്തത് വീണ്ടും ഒരു അനുഗ്രഹീത ശ്ലോകമാണ്. ഭണതി ജയദേവ വിരഹ വിലസിതേന മനസി രഭസ വിഭവേ ഹരിരുദയതു സുഹൃതേന. അർത്ഥം എഴുതിക്കോ. ഭണതി സമം വാക്ക്, കോമ സംസാരം എന്നൊക്കെ അർത്ഥം. ഭണതി വാക്ക്, കോമ സംസാരം. അടുത്തത് വിരഹ വിലസിതേന. വിരഹ വിലസിതേന അർത്ഥം വിരഹ ചേഷ്ടകൾ. വിരഹ വിലസിതേന അർത്ഥം വിരഹ ചേഷ്ടകൾ. മനസി മനസി മനസ്സിൽ. രഭസം രഭസം ആഹ്ലാദം ആഹ്ലാദം. വിഭവം വിഭവം സമ്പത്ത്. ഹരി ശ്രീകൃഷ്ണൻ. ഹരി രുദയത് എന്ന് പറഞ്ഞാൽ ഹരി അധികം ഉദയത്. ഉദയത് ഉദിക്കേണമേ, ശ്രീകൃഷ്ണൻ ഉദിക്കേണമേ എന്നാണ് പറയുന്നത്. ഒന്നും കൂടെ അത് നോക്കേ. ഭണതി ജയദേവ, ജയദേവന്റെ വാക്കുകൾ. വിരഹ വിലസിതേന, വിരഹ ചേഷ്ടകള്. മനസ്സിൽ രഭസ, രഭസ ആഹ്ലാദമുണ്ടാക്കുന്നു. വിഭവേ സമ്പത്ത്. ഹരിനുദയത, ഹരി ഉദിക്കണേ മനസ്സിൽ. സുഹൃദേന, സുഹൃതം കൊണ്ട്, ജന്മാന്തര സുഹൃതം കൊണ്ട്. ഇവിടെ എന്താണ് കവി പറഞ്ഞിരിക്കുന്നത്? ജയദേവ കവി പറയുകയാണ്, ശ്രീകൃഷ്ണന്റെ വിരഹചേഷ്ടകളെ വർണ്ണിക്കുമ്പോൾ ആഹ്ലാദം നിറഞ്ഞ മനസ്സിൽ സുഹൃതം കാരണമായി ശ്രീകൃഷ്ണ ഭഗവാൻ ഉദയം കൊള്ളേണമേ. അതായത് ഈ അഷ്ടപതി ചൊല്ലുന്നവരുടെ മനസ്സിൽ പാപമില്ലാതാവുകയും ഈ അഷ്ടപതി ആരാണോ ചൊല്ലുന്നത് അവർക്ക് സുഹൃതം ലഭിക്കുകയും അവരുടെ മനസ്സിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അതായത് ശ്രീകൃഷ്ണൻ രാധാറാണിയെ പിരിഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ കാണിച്ചിട്ടുള്ള വിരഹ ചേഷ്ടകളുണ്ട്. കാരണം വീട് ഉപേക്ഷിക്കുന്നു, ഇല്ലേ, വനത്തിൽ പോകുന്നു, വെറും നിലത്ത് കിടന്ന് ഉരുളുന്നു, രാധേ ഓ രാധേ എന്ന് വിളിച്ച് വിലപിക്കുന്നു. ഇങ്ങനെയുള്ള വിരഹ ചേഷ്ടകൾ കാണിക്കുന്നു. ഈ വിരഹ ചേഷ്ടകൾ ആരാണോ പഠിക്കുന്നത്, ആരാണോ ഭക്തിപൂർവം വായിക്കുന്നത്, അവരുടെ മനസ്സിൽ സുഹൃതങ്ങൾ ഇല്ലാതാവുകയും അവരുടെ മനസ്സിൽ ആഹ്ലാദം നിറയുകയും, ആഹ്ലാദം നിറയുമ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഇതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കവി പറയുന്നത്, കൃഷ്ണന് തൻ്റെ വിരഹ ചേഷ്ടകള് നിങ്ങൾ അത്യധികം സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി പാരായണം ചെയ്യുന്നത് വളരെയധികം ഇഷ്ടമാണ്. അപ്പൊ ഈ വിരഹ ചേഷ്ടകൾ ആര് പാടിയാലും പാപം നശിച്ച് നിങ്ങളൊക്കെ ശുദ്ധ മനസ്കരായി തീരും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ശ്ലോകം, ഈ അധ്യായം പെട്ടെന്ന് തീരുകയാണ്. ഇവിടെ 5 ശ്ലോകങ്ങളേ ഉള്ളൂ. അപ്പൊ ഈ അധ്യായം 5 ശ്ലോകത്തിൽ നിർത്തുകയാണ് കവി ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു അധ്യായം മാത്രം 5 ശ്ലോകത്തിൽ കവി നിർത്തിയിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. എങ്ങാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ 5 ശ്ലോകമല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് നിർത്തിയിരിക്കുന്നതെന്ന് അറിയാമോ? രാധാറാണിയുടെ പ്രാണനാഥനാണ് കൃഷ്ണൻ.
രാധാറാണിയുടെ ഓരോ ശ്വാസത്തിലും കൃഷ്ണനാണ്. അപ്പൊ രാധാജി തൻ്റെ പ്രാണനായ കൃഷ്ണനെ, അതായത് രാധാജി തൻ്റെ മനസ്സും തൻ്റെ ശരീരവും തൻ്റെ പ്രാണനായ കൃഷ്ണൻ്റെ കാൽക്കൽ എന്നെ സമർപ്പിച്ചതാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. രാധാറാണിയുടെ ഓരോ രോമകൂപങ്ങളിലും കൃഷ്ണനാണ്. രാധാറാണിയുടെ ഓരോ ശ്വാസത്തിലും കൃഷ്ണനാണ്. രാധാജി ശ്വസിക്കുന്നത് പോലും കൃഷ്ണനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ? കൃഷ്ണനെ ഭർത്താവായി കിട്ടണം, കാമുകൻ എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം നടക്കുന്നുണ്ടല്ലേ, അല്ലേ? അവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവരുടെ ശ്വാസത്തിൽ അവർ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, പിന്നെ അവരുടെ ഭർത്താവിന് വേണ്ടി ജീവിക്കും, കൂട്ടുകാർക്ക് വേണ്ടി ജീവിക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ മാത്രം വല്ല സത്സംഗത്തിനോ വല്ല ക്ലാസ്സുകൾക്കോ ഒക്കെ പോകുമ്പോഴാണ് ഭഗവാനെ സ്മരിക്കുന്നത്, നാമം ചൊല്ലുമ്പോഴും. രാധാജി അങ്ങനെയല്ല. രാധാജി ശ്വസിക്കുന്നത് പോലും കൃഷ്ണന് വേണ്ടിയാണ്. രാധാജിയുടെ ഓരോ രോമകൂപങ്ങളിലും കൃഷ്ണനാണ്. കൃഷ്ണൻ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നേ രാധാജി തൻ്റെ ശരീരവും തൻ്റെ മനസ്സും കൃഷ്ണന് സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള രാധാജിക്ക് കൃഷ്ണൻ്റെ പരിതാപകരമായ അവസ്ഥ കേട്ട ഉടനെ രാധാജി ശരീരമെല്ലാം തളർന്ന് ദേഹമെല്ലാം കുഴഞ്ഞ് നിലത്തു വീണുപോയി. അതാണ് സംഭവം. കാരണം കൃഷ്ണനെ വിട്ടൊരു ലോകമില്ല. ആ കൃഷ്ണൻ്റെ ഇന്നത്തെ അവസ്ഥ, കൃഷ്ണൻ പട്ടുമെത്ത ഉപേക്ഷിച്ചു, നിലത്ത് കിടന്ന് ഉരുളുന്നു, വനത്തിലാണ്, രാധേ രാധേ എന്ന പേര് വിളിക്കുന്നു. കൃഷ്ണൻ അവശനായി കഴിഞ്ഞു, ക്ഷീണിതനായി കഴിഞ്ഞു. ഈ വാർത്ത താങ്ങാനുള്ള കരുത്ത് ഓരോ രോമകൂപങ്ങളിലും കൃഷ്ണനെ വഹിക്കുന്ന രാധാറാണിക്കില്ല. രാധാറാണി അപ്പോഴും തന്നെ ദേഹം കുഴഞ്ഞ് നിലത്തു വീണു. അത് കണ്ട് തോഴി സ്തംഭിച്ചു നിന്നുപോയി. കാരണം എന്തുകൊണ്ട്? ഈ അധ്യായം എന്ന് പറയുന്നത് എന്താണ്? ഈ അധ്യായം എന്ന് പറയുന്നത് തോഴി കൃഷ്ണൻ്റെ അവസ്ഥ രാധാറാണിയോട് വർണ്ണിക്കുന്നതാണ്. അങ്ങനെ കൃഷ്ണൻ്റെ അവസ്ഥ വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് രാധാറാണി ബോധശൂന്യായത്. ഇപ്പം നിങ്ങൾ ഒരാളുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അത് കേൾക്കുന്ന ആള് ദേഹം തളർന്നു കുഴഞ്ഞു വീണാൽ പിന്നെ അതെങ്ങനെ തുടരും? അപ്പോൾ തോഴിയെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം കൃഷ്ണൻ്റെ അവസ്ഥ എന്തെന്ന് തോഴി പറഞ്ഞുകൊണ്ടിരിക്കെ, പ്രത്യേകിച്ചും 4-ാമത്തെ ശ്ലോകത്തിലെ അവസ്ഥ, കൃഷ്ണൻ നിലത്ത് വീണ് കിടന്ന് ഉരുണ്ട് ഇല്ലേ വാവിട്ട് നിലവിളിക്കുകയാണ്. രാധേ, ഓ രാധേ, ഓ രാധേ എന്ന് വാവിട്ട് നിലവിളിക്കുന്നു എന്ന് കേട്ട നിമിഷം രാധാറാണി ബോധശൂന്യായി നിലത്ത് വീണു. അത് കണ്ട് തോഴി സ്തംഭിച്ചു നിന്നുപോയി. അതുകൊണ്ട് ഇനി കൃഷ്ണന്റെ അവസ്ഥയെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം രാധാറാണിയുടെ ജീവൻ പോകും. അതാണ് പ്രണയം, അതാണ് പ്രണയം. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കേ. നിങ്ങളെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും മക്കളുടെ ഒരു ദുഃഖ വാർത്ത കേട്ടാ അയ്യോ ആണോ എന്താ പറ്റി പോട്ടെ, ഇതിനപ്പുറം നിങ്ങൾ ബോധം കെട്ട് വീഴത്തില്ല. നിങ്ങൾ ബോധം കെട്ട് വീണമെങ്കിൽ ആള് തട്ടിപ്പോയെന്ന് കേട്ടാലേ നിങ്ങൾ ബോധം കെട്ട് വീഴത്തുള്ളൂ. അവസ്ഥ കേട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ബോധം കെട്ട് വീഴുവോ? വെപ്രാളപ്പെടും. യൂ എൻ്റെ മോൻ ഇങ്ങനെ പറ്റി, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ഇങ്ങനെ പറ്റി, അത്രയേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥ പ്രണയം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു പെണ്ണ് തൻ്റെ പ്രിയപ്പെട്ടവൻ എന്തെങ്കിലും വന്നെന്ന് പറഞ്ഞാൽ തീർന്ന്. അതുകൊണ്ടല്ലേ ജയദേവ കവിയുടെ ഭാര്യ ജയദേവൻ മരിച്ചു എന്ന വ്യാജപ്രചരണം വന്നപ്പോൾ ആ നിമിഷം ജീവൻ വിട്ടുപോയി. അപ്പോഴും തന്നെ മരിച്ചു പോയില്ലേ? പിന്നീട് കൃഷ്ണൻ വന്നല്ലേ അതിനെ ജീവിപ്പിച്ചത്. അതും അഷ്ടപതി പാടി. അതാണ് അഷ്ടപതിയുടെ മേന്മയെന്ന് പറഞ്ഞത്. മരിച്ചവരെ പോലും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന അത്രയ്ക്ക് അമൃതാണ് ആരെന്ന് പറയുന്നത് അഷ്ടപതി. ഇവിടെ രാധാറാണി കൃഷ്ണന്റെ അവസ്ഥ കേട്ട് ബോധശൂന്യയായി നിലംപതിച്ചു. അത് കണ്ട് തോഴി അന്തം വിട്ടു നിന്നു. ഇനി തോഴിക്കൊന്നും പറയാനില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞു പോയാൽ രാധാറാണിയുടെ ജീവൻ തന്നെ നിലയ്ക്ക് പോകും. ഇപ്പൊ രാധാജിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമാണ്. ഇതാണ് രാധാകൃഷ്ണ ബന്ധം. ഇതാണ് രാധാകൃഷ്ണ ബന്ധം. ഇതറിയാത്ത മൂഢന്മാരാണ് കൃഷ്ണനെ മാത്രം ഭജിക്കുകയും രാധാജിയെ ഭജിക്കാതിരിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു മൂഢനാകാൻ നിങ്ങൾ ആരും തയ്യാറാകരുത്. കണ്ടില്ലേ, കൃഷ്ണന്റെ അവസ്ഥ കേട്ടപ്പോൾ ബോധശൂന്യായി നിലംപതിച്ചു. ആ രാധയെ സ്മരിക്കാതെ,
തന്നെ ആരെങ്കിലും വിളിച്ചാൽ കൃഷ്ണൻ ഇഷ്ടപ്പെടുവോ? പിന്നെ തനിക്ക് വേണ്ടി ജീവിക്കുകയാണ്, തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. താൻ വേറെ വിവാഹം കഴിച്ചിട്ട് പോലും, ഇല്ലേ, നിരവധി വിവാഹം കഴിച്ചിട്ട് പോലും തന്നെ ധ്യാനിച്ച് തനിക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു പെണ്ണ്, ആ പെണ്ണിനെ വിളിക്കാതെ തന്നെ മാത്രം വിളിച്ചാൽ കൃഷ്ണൻ നിങ്ങളെ മൈൻഡ് ചെയ്യുമോ? പിന്നെ മൈൻഡ് ചെയ്യുമോ? എൻ്റെ രാധയില്ലാതെ എന്നെ വിളിക്കാനോ? അതുകൊണ്ടല്ലേ രാധാകൃഷ്ണൻ, രുക്മിണി കൃഷ്ണൻ ഇല്ലല്ലോ, സത്യഭാമാകൃഷ്ണനും ഇല്ലല്ലോ, വേറെ ഒന്നും ഇല്ലല്ലോ. ഏത് മാത്രമേ ഉള്ളൂ? രാധാകൃഷ്ണൻ. അതിൻ്റെ കാരണം ഇതാകുന്നു. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ്റെ വിരഹം കൊണ്ടുള്ള ചേഷ്ടകള് അടങ്ങുന്ന ഈ കാവ്യം വായിക്കുന്നവൻ്റെ മനസ്സ് ശുദ്ധമായി ആഹ്ലാദം നിറഞ്ഞ് സാക്ഷാൽ ഭഗവാൻ അവൻ്റെ മനസ്സിൽ പ്രത്യക്ഷപ്പെടും. ഇതാണ് പറഞ്ഞത്. ഒന്നും കൂടെ നോക്കേ. ഭണതി വാക്കുകൾ, ജയദേവ ജയദേവന്റെ വാക്കുകൾ, വിരഹ വിലസിരേ വിരഹ ചേഷ്ടകള് മനസ്സിൽ. അങ്ങനെ ആരാണോ വിരഹ ചേഷ്ടകൾ ഭക്തിപൂർവം വായിക്കുന്നത് അവരുടെ മനസ്സിൽ രഭസം ആഹ്ലാദവും വിഭവേ സമ്പത്തും ഹരിരുദയത് സുഹൃദേന, അതോടുകൂടി അവർക്ക് സുഹൃതമുണ്ടായി ഹരി അവരുടെ മനസ്സിൽ ഉദയം ചെയ്യും. ഒരിക്കൽ കൂടി ഇത് നമ്മുടെ രചന പാടുന്നത് നിങ്ങൾ കേൾക്കുക. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ. വസതി വിപിന വിതാനേ ത്വജതി ലളിതധാമ ലുടതി ധരണി ശയനേ ബഹുവിലപതി തവ നാമ. തവ വിരഹേ വനമാലി സഖി സീതതി രാധേ. തവ വിരഹേ വനമാലി സഖി സീതതി രാധേ. ഭണതി ജയ ദേവേ വിരഹ വിലസിതേന മനസിരഭസ വിഭവേ ഹരിഹൃദയതു സുഹൃതേന. തവ വിരഹേ വനമാലി സഖി സീതതി രാധേ. തവ വിരഹേ വനമാലി സഖി സീതതി രാധേ.